ഇന്നലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ അനുഗ്രഹമാണോന്ന് അറിയില്ല. എന്റെ ക്രഷ് വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ശരിക്കും എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടി. സന കിട്ടിയ. അപ്പൊ ഇത്ര നാളെ ഞാൻ വെറുതെ പറഞ്ഞായിരുന്നല്ലോ. ഇതിപ്പോ ശരിക്കും നടക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത. ശ്രീധുവിനെ സെറ്റ് ആക്കണം. സബ്സ്ക്രൈബ് ഗൈസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് പേർക്ക് ഐഫോണുകൾ കിട്ടുന്നു, ഒരുപാട് പേർക്ക് ലോട്ടറി അടിക്കുന്നു, ഒരുപാട് പേർക്ക് ലൈൻ സെറ്റ് ആവുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ ചൊരിയുന്നത്. ഒരാൾ നമ്മുടെ ചാനലിനെ വിളിക്കുന്ന പേരാണ് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ചാനൽ എന്ന്. എന്താ ചെയ്യാ ഗൈസ്? അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഷ്ടമുള്ള അനുഗ്രഹങ്ങൾ കമന്റ് ഇടൂ. എന്തായാലും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ സമയം കളയാനില്ല. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സംസാരിച്ച സമയം കളയുന്നില്ല. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 45 റിയാക്ഷനിലേക്ക് പോകാം. ബിഗ് ബോസ് എന്ത് പ്രെഡിക്റ്റബിൾ ആണ്. ഇന്നും ക്ലീഷേ. നേരെ വെളുത്തു പാട്ടിട്ടു. എന്ത് ക്ലീഷാണത്? നമ്മുടെ ജാസ്മിന് പനി പിടിച്ചു തോന്നുന്നുണ്ട്. എന്തോ അൻസിബത് കീ കൊടുത്ത് പാവയാ. ശ്രീത് എന്താ സ്പൈഡർമാന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇന്ന് ആർക്കും ഉറക്കം കൊണ്ട് ശരിയായിട്ടില്ലല്ലോ. ഇന്ന് ടഫ് സ്റ്റെപ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഡാൻസ് കളിക്കുന്നില്ല. നിങ്ങളല്ലേ കുക്കിംഗ് ക്യാപ്റ്റൻ? ഡാൻസ് കഴിഞ്ഞപ്പോ ബാത്റൂമിൽ പോവാൻ ക്യൂ നിന്ന ജിൻഡോന്റെ അടുത്ത് വന്ന് ശ്രീതു, കട്ടൻ ചായ എവിടെയാ? ജിൻഡോ, ഇവിടെ ഞാൻ മൂത്രം ഒഴിക്കാൻ വന്നതാ. സത്യമായിട്ടും കട്ടൻ ചായ ഉണ്ടാക്കാനല്ല. അവിടെ വന്നിട്ട് എണീറ്റ് ഇവിടെ മൂത്രം ഒഴിക്കാൻ വന്നിട്ടാണെന്ന്. ചേട്ടൻ അറിയില്ലേ കട്ടൻ ഇതെല്ലാം കാലത്തെ ഇടണം. ഈ ആജ്ഞാപിക്കാൻ എന്തുവാ ഇത്? മെമ്പേഴ്സിന്റെ അടുത്ത് പറയാല്ലേ. ക്യാപ്റ്റൻ ആയതിനു ശേഷം ശ്രീതുവിന് സംസാരത്തിൽ ചെറിയൊരു അഹങ്കാരം ഇല്ലേ? ജിൻഡോ അല്ലാണ്ട് എന്റെ ശ്രീതു, വേറെ ടീം മെമ്പേഴ്സ് എവിടെയാ? ഒരാള് സിബി, പുള്ളി വീട്ടിൽ പോണെന്നും പറഞ്ഞിരിക്കുന്നു. ഒരാള് നമ്മുടെ ജാസ്മിൻ, അവൾക്കാണെങ്കിൽ പനി. പിന്നെ അൻസിബയും ജിൻഡോയിലേ ഉള്ളൂ. അവിടെ നിന്ന് ഇവിടെ വന്ന മുള്ളും. എനിക്ക് അതാണ് പറയാൻ പറ്റില്ല. എന്തുവാ ശ്രീതു? മെഡിക്കൽ റൂമിലേക്ക് വരിക. അതിന്റെ ഇടയ്ക്ക് ജാസ്മിനെ മെഡിക്കൽ റൂമിൽ പോകാൻ വേണ്ടിട്ട് ബിഗ് ബോസ് വിളിച്ചു. അപ്പൊ രശ്മിൻ, ഓക്കെ ഞാൻ റെഡി, ചെരുപ്പിട്ടു, പോവാം. ഇതിപ്പോ ജാസ്മിനാണോ ഡോക്ടറെ കാണണ്ടേ? അത് രശ്മിനാ? ഇവൾക്കാണുള്ള ധൃതി. അതെ, ഇപ്പൊ രാവിലെ കട്ടൻ ചായ കൊടുക്കാത്തോണ്ട് ശ്രീതു ജിൻഡോനെ ക്യാപ്റ്റൻ മാറ്റി അൻസിബേനെ ആക്കി. ലേ ജിൻഡോ, ഇന്നത്തെ കിട്ടി. നമ്മുടെ അഭിഷേക് പറയായിരുന്നു അവിടെ ബാത്റൂമില് വെള്ളം വെറുതെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു, അത് ചെയ്യണ്ടേന്ന് പറ എന്ന് പറഞ്ഞപ്പോ ജിൻഡോ, ടിഷ്യൂ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇടാം. ശ്രീതു, എവിടെയൊന്നും ഇടാൻ പറ്റില്ല, കൂപ്പയിലിടണം. അവിടെ രശ്മി വെച്ചിട്ട് പണിഷ്മെന്റ് കൊടുത്തില്ല, തിരിച്ചു കളിയല്ലോ. കൂപ്പയില ഇന്നലെ രശ്മിനെ അവിടെ മേശയും വെച്ചപ്പോ നീ അതിന് പണിഷ്മെന്റ് ഒന്നും കൊടുത്തില്ലല്ലോ. പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ തീരുമാനിക്കും. എന്തിനാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്? ബോക്സിനകത്ത് ശ്രീതു കൂൾ കൂൾ. ജിൻഡോ കൂളില്ല, ഹാൻഡ്സ് മതിയോ? കൂളല്ല, ഞാൻ കൂളാണ്. ഞാൻ കേറും. ഞാൻ അവിടെ എനിക്ക് സംസാരിക്കാൻ. ജിൻഡോ, ഞാൻ കേറും. എന്നെ ബിഗ് ബോസ് ഹൗസിൽ വിട്ടെടുത്തേ. ഈ വായ തന്നെടുത്തേ സംസാരിക്കാനാ. ഞാൻ സംസാരിക്കും. ഞാൻ എല്ലാവരും മേത്ത് കയറും. എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടായ ശ്രീതു രാവിലെ തന്നെ ജിൻഡോന്റെ മേത്തേക്ക് കയറാൻ. ഇന്ന് നിനക്ക് തലയ്ക്ക് സൗകര്യം ഉണ്ടാവില്ല. ശ്രീതു എന്ത് പറഞ്ഞാലും മുടിഞ്ഞു 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 എന്ന് ലാസ്റ്റ് പറയും. അങ്ങനെ പറഞ്ഞാന്ന് തോന്നുന്നത് ബിഗ് ബോസ് മൊത്തത്തിൽ മുടിഞ്ഞേക്കിപ്പ. അതെന്ത് അർജുനെ? പ്രാചീന കാലത്ത് കണ്ടുവന്ന പ്രത്യേക ലിപിയാണോ ഈ ലവ് ലെറ്റേഴ്സ് കൈമാറാൻ വേണ്ടിട്ട് തട്ടത്തിമറയത്തിൽ നിവിൻ പോളി എഴുതുന്നത് പോലെ? അല്ലല്ലേ? സിബിന്റെ രഹസ്യമായിട്ട് ശ്രീധുവിനോട്, എനിക്ക് ഡോക്ടറിനെ കാണണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് നൈസായിട്ട് പറ, എന്നാലേ വിളിക്കുള്ളൂ. വേറെ ആരോട് പറയണ്ടാ. തോന്നുന്നില്ല മാൻ. നിനക്ക് സെറ്റ് ആവില്ലേ? രാവിലെ കഞ്ഞിയായോണ്ടാണോ? പള്ളിക്കഞ്ഞിയും പള്ളിപ്പയറും കഴിച്ചു. പള്ളി ഉറക്കം പറ്റത്തില്ല, പള്ളി പട്ടി ഉരയ്ക്കും. നമ്മുടെ സിബിന്റെ കിളി ശരിക്കും പോയിട്ടുണ്ട്. സിബിനെ രാത്രി ഹെഡ്സെറ്റ് വെച്ച് കിടന്നുറങ്ങിയ? ബിഗ് ബോസ് ഹൗസിൽ ഹെഡ്സെറ്റ് കിട്ടില്ലല്ലോ. ആ ജാസ്മിന്റെ റൂമിലല്ലേ? അത് ഗബ്രിയും ജാസ്മിനോട് ഇരുന്ന് സംസാരിച്ചായിരിക്കുള്ളൂ. പേടിയാവുന്നത് 2 ദിവസമായിട്ടും തീരുന്നില്ലല്ലോ.
ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. കൺഫെഷൻ റൂമിലേക്ക് വരിക. അതെ ഇപ്പൊ ബിഗ് ബോസ് സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ഇവിടെ ജയിച്ചു പോകണമെന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. പക്ഷേ ചേട്ടനാ ബിഗ് ബോസിനെ കയറി ചേട്ടാന്ന് വിളിച്ച ആദ്യത്തെ വ്യക്തിയായിരിക്കും സിബി. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ഒരു നുണ മെനഞ്ഞെടുത്താൽ അടുത്തത് മോർണിംഗ് ടാസ്ക് ആയിരുന്നു. നല്ല കല്ല് വെച്ച നുണ പറയുക. ഈ ടാസ്കിൽ എല്ലാവരും നല്ല കിടിലിനായിട്ട് പെർഫോം ചെയ്യും. കാരണം നുണ പറയാൻ ഇവരെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരിക്കലും സംസാരിക്കാറില്ല, നേരെ സംസാരിക്കാറുള്ളൂ. ആരാത്? ഇത്രയും മോശം ഒരു ക്യാപ്റ്റൻ ബിഗ് ബോസിലെ സീസൺ ഇത് സത്യമല്ലേ? നുണ പറയാനാണ് പറഞ്ഞത്, സത്യം വിളിച്ച് പറയാനല്ല. എനിക്ക് കണ്ടുകൂടാ. ഇപ്പൊ നോക്കുമ്പോ പോലും എനിക്ക് ഭയങ്കര വെറുപ്പ് തോന്നുന്ന ഒരു വ്യക്തിയാണ് അപ്സര. പിന്നെ ഇവിടെ പല പല ഗ്യാങ് ഉണ്ടല്ലോ, ഒരു ഗ്യാങ്ങിലും പോവില്ല. എന്റെ സിബിനെ രശ്മിനെ പിടിച്ച് ഊക്കല്ലേ, നീ വെറുതെ വിട്. മനുഷ്യത്വമല്ലേ, എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരാള് ഞാൻ എന്റെ ജീവിതത്തിലേ കണ്ടിട്ടില്ല. ഭയങ്കര സ്നേഹ. ബാത്റൂമിൽ ഒരു ലെറ്റർ എഴുതി വെച്ച്, ആ ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു. അവിടെ ചെയ്തു, നിങ്ങളുടെ ലവ് ട്രാക്ക് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്തോളൂ. ആ കള്ളം പൊളിഞ്ഞു. നല്ല ലെറ്റർ ആയിരുന്നു, ഞാൻ വായിച്ചായിരുന്നു കേട്ടോ. അർജുന്റെയും ശ്രീധുവിന്റെയും അതുപോലെ തന്നെ റസ്മിന്റെ ഒക്കെ ഓവർ ആക്ടിങ് കണ്ടറിഞ്ഞൂടെ ഇത് സത്യമാണെന്ന്? മറ്റേ ജാസ്മിൻ ഗബ്രി സൂക്ഷിക്കണം, നിങ്ങളുടെ ട്രാക്ക് ക്ലിയർ അല്ല. കാരണം പുള്ളി നുണ പറയാനുള്ള ടാസ്കിലാണ് ഈ സ്റ്റോറി പറഞ്ഞത്. അപ്പൊ ഇവരെന്തിനാ അതിന് റിയാക്ട് ചെയ്യുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം ഇവരത് ചെയ്തിട്ടുണ്ടെന്നല്ലേ? ക്ലിയർ ആയിട്ട് ചെയ്താ പോയില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോ ശ്രീധുവിന് പെടുക വന്ന്. ശ്രീധു ഇത് പൊയ്യല്ലേ, നമ്മളെന്തിനാ പേടിക്കുന്നേ? ആയിട്ട് ശ്രീധുവിന്റെ പുറകെ നടന്ന് പറയുന്നുണ്ടായിരുന്നു, അപ്സര സത്യം പറയാനല്ല നുണ പറയാനാ പറഞ്ഞ്. ഹസ്ബൻഡ് ഇവിടെ കൊണ്ട് ടിഷ്യൂ വെച്ചെന്ന് പറഞ്ഞ വലിയൊരു സംഭവം ഉണ്ടായത്. ഇപ്പൊ രാവിലെ ശ്രീധുവിനോട് ഈ ടിഷ്യൂ പേപ്പറിന്റെ പേരിലുണ്ടായ വഴക്ക് ജിൻഡോ പിന്നെയും എടുത്ത് കുത്തിപ്പൊക്കി. ഇത് ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ടീമിലുള്ള ആരും അല്ലത്. അപ്സര ഒന്ന് ന്യായീകരിച്ചേക്കാം. ആരോ അവിടെ 2 ടിഷ്യൂ കൊണ്ടുവന്നിട്ടേന് ഞങ്ങളുടെ ടീമൊന്നും അതിന്റെ ഉത്തരവാദിത്തമായിട്ട് എടുക്കില്ല. ആരോ എടുത്ത് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എടുത്തിവിടെ വെച്ചതാണ്. രശ്മിനെ ഏറ്റായിരുന്നു. രശ്മിൻ ആക്സെപ്റ്റ് ചെയ്തു. എന്തോ സംഭവം ഉണ്ടായിരുന്നു. അപ്സര എപ്പടി എന്നോട് പറയണ്ടേ, ഞാൻ ഇപ്പൊ ചമ്മിയില്ലേ? ആൾക്കാര് ഗ്ലാസ് അവിടെ ഇവിടെയും വെക്കുവോ ക്ലീനോ ചെയ്യാതെ ഇരുന്ന അപ്പൊ നമ്മുടെ ശരണി ചേച്ചിക്ക് ആരോ ഉപയോഗിച്ച 2 ഗ്ലാസ്, അതും ലിപ്സ്റ്റിക് ഉള്ളത് അവിടെ എവിടെയും കിടന്ന് കിട്ടിയായിരുന്നു. ആരാന്ന് ചോദിച്ചിട്ട് ആരും പറഞ്ഞില്ല. അപ്പൊ ശരണി ചേച്ചി സ്ട്രിക്റ്റ് നിയമം പറയാണ്. ബേസിക് കാര്യങ്ങളായിരിക്കും, അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം വരും. ശരണി ചേച്ചി സീൻ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. ചിരിപ്പിച്ച് കൊല്ലും. പുറത്തത്തെ കാര്യങ്ങള് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് മനസ്സിലാക്കുകയും അത് ഇവിടെ വന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞ് അതനുസരിച്ചാണ് ഇപ്പോ ബാക്കിയുള്ളവർ ബിഹേവ് ചെയ്യുന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അല്ല രശ്മിനെ, നമ്മുടെ ജിൻഡോ നുണയല്ലേ പറഞ്ഞ്? നീ ഇങ്ങനെ കിടന്ന് ഇത്രയും വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമുണ്ടോ? തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന്റെ ക്രൂവിനെയും ചോദ്യം ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിടാ, ബിഗ് ബോസ് ക്രൂ. നിങ്ങളും അത് വിശ്വസിക്കും. അപ്സര രശ്മിനോട് ജിൻഡോ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? നീ പുറത്തെ കാര്യങ്ങൾ ടിഷ്യൂ പേപ്പറിൽ എഴുതി ജാസ്മിനും അർജുനൊക്കെ കൊടുത്താ? രശ്മി ഇല്ലാന്ന്. പിന്നെന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞ നീ കേട്ടോ എന്റെ അടുത്ത്? അപ്സര എന്റെ കൂടി പറഞ്ഞതാടി, പുറത്തെന്നെ പറ്റി എന്താ അഭിപ്രായം പറഞ്ഞരോ? നമ്മൾക്ക് ആരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്യൂടെക്സ് വെച്ചിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് ബാത്റൂമിന്റെ വേസ്റ്റ് ബിന്നിന്റെ അടിയിൽ വെച്ചാൽ മതിയെന്ന്. രശ്മിനെ നീ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങള് മണ്ടന്മാരല്ല. ഇത് ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇപ്പൊ ജിൻഡോ പറയുന്നതിന് മുമ്പ് ഇതൊക്കെ അറിയാം. നിങ്ങൾക്ക് പുറത്തുനിന്ന് ന്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എവിഡന്റ് ആണ്. ഇതെനിക്ക് ആൾക്കാരിലേക്ക് ഒന്ന് ക്ലാരിറ്റിയും വരുത്താനുണ്ട്. ഇപ്പൊ ക്ലാരിറ്റി വരുത്തിയപ്പോ ഞങ്ങളുടെ സംശയം ഉറപ്പാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ വേസ്റ്റ് ബിന്റെ കാര്യം അറിയാം, ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചതാ. കാരണം എനിക്കത് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കത് അറിയണം. ഏതാ വേസ്റ്റ് ബിന്നാ? അപ്സരയ്ക്ക് അപ്പോഴും ഒരു ചെറിയ സംശയമുണ്ട്. ശരിക്കും നീ എഴുതിയില്ലേ? സംഭവം എഴുതി പറയാനുണ്ടെങ്കിൽ അത് എഴുതി. നീ അത് അധികം പറയല്ലേ. നിങ്ങക്ക് പരാതി തന്നിട്ടുണ്ടെന്നാലും ഞാൻ നുണയല്ലേ പറഞ്ഞു. ഇവിടെ സ്മെല് ചെയ്യണോ കക്കൂസാണ്. അത് ഇപ്പൊ നമ്മൾ കണ്ടത് അപ്സരയും രശ്മിനും ബാത്റൂമിൽ ചെക്ക് ചെയ്യുന്നത് പോലെ അഭിനയിക്കുന്നു. എന്നിട്ട് ബോസ് ആയിട്ടുള്ള അർജുനോട് അത് വന്ന് പറയുന്നത് കാണിക്കുന്നു. അയ്യേ, ബാത്റൂമിൽ കയറി മണത്ത് നോക്കണം. ക്യാപ്റ്റൻ ഇവിടെ എല്ലാം പോയി. നല്ല മണമുണ്ട്, നല്ല മണമുണ്ട്. ഞങ്ങക്ക് മനസ്സിലായ മുഖത്തെ എക്സ്പ്രഷനിന്ന്. നമ്മൾ യൂറിനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്തു. ഇത് ഇനി ആൾക്കാർക്ക് ഇതൊരു പാലസ് ആണോന്ന് പോലും. ഇനി ആൾക്കാർക്ക് തൂ വെച്ചിട്ടെന്ന് പറയാമെന്നല്ലോ. എന്നിട്ട് അത് വിഴുങ്ങി പാലസ് ആക്കി. ഞങ്ങക്ക് മനസ്സിലായി കേട്ടോ. ചോദിച്ചു എന്തിനാന്ന് വെച്ചപ്പോ എനിക്ക് എഴുതി കളിക്കാമല്ലോ. അതേ ഇപ്പൊ ജിൻഡോ പറയാണ്
അപ്സര എന്നോട് പേപ്പർ ചോദിച്ചു. എനിക്കൊന്ന് ലാലേട്ടൻ ഗിഫ്റ്റ് തന്നില്ലേ, അതിൽ 2 പേപ്പർ ഉണ്ടായി. അത് അപ്സര ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയൽമീൻ, പിലോപ്പിമീൻ. ഇതിനകത്ത് ഇത്രയൊക്കെ നടക്കുന്നുണ്ടായിരുന്ന അഭിഷേക്, നിങ്ങളുടെ തലയുടെ അകത്ത് ഇതേപോലത്തെ കുരുട്ട് ബുദ്ധിയൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചാണ് എന്റെ മനുഷ്യ? മൈക്കിലാണ്ട് കെട്ടിപ്പിടിച്ച് ഒരു ബെഡിൽ കിടന്നുറങ്ങി ഒരു പുറത്ത് കിടന്നുറങ്ങി നമുക്ക് എന്തുകൊണ്ട് സംസാരിക്കാം നമ്മളെ ഈസി ആയിട്ട് സംസാരിക്കാം. നമ്മളെന്താ അതിപ്പോ ജിൻഡോ സിബിനോട് പറയണേ, അതെ നമുക്ക് ഇന്ന് രാത്രി തൊട്ട് ഒരു പുതപ്പിന്റെ അടിയിൽ കിടന്നു നിന്ന് രഹസ്യങ്ങൾ പറയാട്ടാ. നമുക്ക് നാളെ തൊട്ട് ഒരു ബെഡിൽ ഒരു പുറത്ത് കിടക്കാം. റിസ്ക് എടുക്കാൻ വയ്യ എനിക്ക്. എന്റെ സിബിനെ സ്പോട്ടില് 4 മൈക്ക് എന്ത് മൈക്കുണ്ടായാലും കിട്ടില്ല. എൻഹാൻസ് ചെയ്ത് അതെ, ഇപ്പൊ സിബിൻ പറയണേ എല്ലാ റൂമിലും മൈക്ക് ഉണ്ട്, നമ്മള് മൈക്കില്ലാണ്ട് സംസാരിച്ചാലും അവർക്ക് സംഭവം കിട്ടും. ഇവിടെ ഉള്ളവർക്ക് വേറെ കഴിവുണ്ടല്ലോ. ദിങ്ടോക്കെ ദിങ്ടോക്കെ ചുണ്ടനക്കാൻ വരെ അവർക്ക് മനസ്സിലാവും. നിനക്ക് അറിയില്ലത്. ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താന്ന് മനസ്സിലാക്കാതെ പറയാൻ വന്നാണ് എന്നെ ഉമ്മയ്ക്ക് വന്നത്. സിബിൻ, നീ സംസാരിച്ചതാണല്ലേ, ഞാൻ തെറ്റിദ്ധരിച്ച് ഒരു ഉമ്മ കിട്ടുന്ന ധരിച്ചു. ലിബ് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരില്ലേ? റീഡിങ് മനസ്സിലാക്കാൻ ലിബ് റീഡിംഗ് എന്നൊക്കെ എന്തും പറയാം. ജിൻഡോയ്ക്ക് ഇവിടെ എന്തും പറയാം. നമ്മൾ അതിന്റെ ബാക്കിൽ നിന്ന് പിടിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് സായും സിബിനും കൂടി പുറത്തിരുന്ന് ജിൻഡോനെ പറ്റി ഡിസ്കസ് ചെയ്യണതാണ്. കണ്ടിട്ട് വരാം. ഞാനതാണ് അത് കേട്ടിട്ട് പിന്നെ അയാളോട് പിന്നെ പറയട്ടെ. സായി പറയാണ് ജിൻഡോക്ക് എന്തും പറയാം. ജിൻഡോയ്ക്ക് എന്തും പറയാം. ജിൻഡോ ഇവിടെ എന്ത് പറഞ്ഞാലും വർക്കാണ്. സിബിൻ, ജിൻഡോ എന്ത് പറഞ്ഞാലും അത് വർക്കാവും. തിരിച്ചും കളിക്കും. ജിൻഡോ തിരിച്ചു കളിക്കുമ്പോ നമുക്ക് നോക്കാം. സായി പറയണേ, ജിൻഡോനോട് കളിച്ചു കഴിഞ്ഞാ ജിൻഡോ തിരിച്ചും കളിക്കും. സിബിനെ സൂക്ഷിച്ച് കളിക്കണം. മോനെ ഇതിലും വലിയ തുരുമ്പൊക്കെ എന്റെ കയ്യിലുണ്ട്, ഞാൻ തള്ളി നിരത്തും. അതേ ഇപ്പൊ നമ്മുടെ ജിൻഡോ ചേട്ടൻ പിന്നെ അവിടെ ഇരുന്ന് തള്ള. ഈ രശ്മിനോട് പറഞ്ഞതൊന്നും അല്ല, ഇനിയും എന്റെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ ഓരോ ആഴ്ച വെച്ച് നിങ്ങളുടെ അലക്കി ഇടും. സ്റ്റെപ്പായിട്ട് ഒരാഴ്ചക്ക് വെച്ചേക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ രശ്മി കൊടുത്ത കേസ് കോർട്ട് റൂമിലെത്തി. പുറത്തത്തെ കാര്യങ്ങൾ അറിഞ്ഞു വന്ന് ഇവിടെ വന്ന് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ജിൻഡോന് ഈസിയാണ്. ഞാൻ നോണയല്ലേ പറഞ്ഞേ, അതിന് ഇത്ര സീനാക്കാൻ എന്തിരിക്കണ്? പേര് എന്റെ അടുത്ത് വന്ന് അങ്ങനെയാണോ എന്ന് നിങ്ങൾ ഉള്ളവർ വരെ ചോദിച്ചാൽ ഓ പുറമെ ഉള്ളവർക്കും ആ ഒരു തെറ്റിദ്ധാരണ പോകും. ശരി. പുറത്തു പോയത് ഞാൻ ബിഗ് ബോസിന്റെ ക്രൂവിന്റെ കൂടെയാണ്. അത് ബിഗ് ബോസിനെയും ബിഗ് ബോസിന്റെ ക്രൂവിനെയും ചോദ്യം ചെയ്യുന്ന പോലെയാണ്. എന്റെ പൊന്ന് രശ്മിനെ, നിങ്ങൾ അവിടെ അത്രയും സീക്രട്ട് ആയിട്ട് വെച്ച് നടത്തുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ നിന്ന് ആരൗട്ട് ആവണേ, എന്താ സംഭവിക്കണേ, അതേപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ബിഗ് ബോസിന്റെ ഡയറക്ടർ അറിയുന്നതിന് മുമ്പ് ഇവിടുത്തെ യൂട്യൂബിലെ ചേച്ചിമാരും ചേട്ടന്മാരും പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നീ അത് പറയും. പോയി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നിട്ട് ഇവിടെ അതിറക്കേണ്ട അങ്ങനത്തെ രീതിയിലുള്ള ടോക്ക് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ചിരിപ്പിക്കാതെ പോയെ രശ്മിനെ, അവിടെ നിന്ന് ഇവിടെ വരെ എത്താമെങ്കിൽ നിങ്ങളോട് പറഞ്ഞെന്താ? എനിക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് വന്നതാണ് കള്ളം പറയണം എന്നുള്ളത്. ജിൻഡോ പിന്നെയും പറയാണ്, ഞാൻ കള്ളം പറഞ്ഞതാടേ. ആ ടാസ്ക് എന്താന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ അതിനുള്ള മറുപടി പറയാം. പിന്നെ വേറെ ഏതോ ടാസ്കിൽ വെച്ച് ഞാനിത് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടാസ്ക് ഏതാന്ന് വിവരിക്ക്, ഞാൻ ആൻസർ പറയാം. ജിൻഡോനെ സാക്ഷിനെ വിളിക്കണമെങ്കിൽ 2 പേരെ വിളിക്കാം. ശരണ്യ, ഇതാരും ബിഗ് ബോസ് ദേവതയാ, മാന്ത്രിക തണ്ടൊക്കെ പിടിച്ചിട്ട് നടന്നു വരുന്നുണ്ടല്ല. എനിക്കിത് കൂടുതൽ വലിച്ചു നീട്ടാൻ താല്പര്യമില്ല. അപ്പൊ രശ്മി പറയണ്ട്, എനിക്കിത് വലിച്ചു നീട്ടണമെന്നൊന്നും ആഗ്രഹമില്ല, പുള്ളി ഇനി അതിനെപ്പറ്റി മിണ്ടരുത്. പുറത്ത് പോയിട്ട് എന്തൊക്കെ അറിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇവളുടെ പുറത്തെ സപ്പോർട്ട് കുറഞ്ഞെന്ന് ഇതെവിടുത്തെ കോർട്ട് റൂമാണേ. ജിൻഡു ഉന്നയിച്ച പ്രശ്നത്തില് 2ാം പ്രതി നമ്മുടെ അർജുന. എന്നിട്ട് അർജുന സാക്ഷി പറയാൻ വിളിച്ചത്. ഇത് കള്ളസാക്ഷിയാവൂലേ? അത് പുറത്തെ കാര്യം പറഞ്ഞു. അത് ബിഗ് ബോസ് ടീമും എന്തൊക്കെയോ ഷെയർ ചെയ്തു. അർജുൻ ഇൻവോൾവ് ആയ കാര്യമായതുകൊണ്ട് അർജുൻ ആര് ജയിക്കാൻ സപ്പോർട്ട് ചെയ്യും? രശ്മിൻ ജയിക്കാൻ സ്വാഭാവികം. അതൊന്നല്ല ഞാൻ പറഞ്ഞില്ല. ഇതേ സെയിം സാധനം തന്നെയാണ് അവള്. അപ്പൊ ജിൻഡോ പറയണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലടേ. കോർട്ട് എന്ന് പറയുമ്പോൾ അത് എല്ലാം പണിഷ്മെന്റിലേക്ക് തന്നെ എത്തണം എന്നില്ല. ഗബ്രി, ഈ രശ്മിന് ഇത് കൊളവാക്കും. വെറുതെ ഇരിക്കുന്ന ജിൻഡോനെ പ്രൊവോക്ക് ചെയ്ത് ഈ ഇഷ്യൂ കുത്തിപ്പൊക്കേണ്ട ആവശ്യമുണ്ടോ? വിട്ട് കളയടി വേണം എന്നും പറഞ്ഞ് ഇദ്ദേഹം ഒരുപാട് എന്നോട് ചോദിച്ചു. അപ്സര, ഇവരെ 2 പേരെയും ഹെൽപ്പ് ചെയ്യാൻ പോയ എനിക്ക് എന്തിന്റെ കേടായിരുന്നു? അങ്ങനെ കേസ് ഡിസ്മിസ് ചെയ്തു. ഓക്കെ ബൈ. ഞാൻ ഡേയ്സ് കൗണ്ട് ചെയ്യായിരുന്നു ബ്രോ. അപ്പൊ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ റൂമിൽ നിന്ന് എന്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ജിൻഡോ ചെന്നപ്പേന്ന്. അപ്പൊ അർജുൻ അതെടുത്തു കൊണ്ടു കാണിച്ചു കൊടുക്ക. ഞാൻ ഡേറ്റ് കട്ട് ചെയ്തതാ മനുഷ്യ, നോക്ക്. ഇതാണ് ലവ് ലെറ്റർ ആയിട്ട് തോന്നിയത്. ലവ് ലെറ്ററാ? ലവ് ലെറ്ററിന്റെ കാര്യമൊന്നും ജിൻഡോ പറഞ്ഞില്ലല്ലോ. ഓ, ഇപ്പൊ ലവ് ലെറ്റർ ഒക്കെ എഴുതാനുള്ള പ്ലാൻ ഉണ്ട് ശ്രീധുവിന്. സംഭവം അർജുന്റെ വായന അറിയാണ്ട് വീണതാണെങ്കിലും
അവൻ ചിരിച്ച് കളിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആയി. ഹെൽപ്പ് മീ പ്ലീസ്. സിബിൻ പിന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് പറയാണ്, ഐ നീഡ് ഹെൽപ്പ്. ഗൈസ് പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അതുകൊണ്ട് നിങ്ങളെ പുറത്തേക്ക് മാറ്റുകയാണ്. സിബിൻ, രശ്മിൻ ഹോസ്പിറ്റലിൽ പോയപ്പോ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പൊ ഞാനും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു വരാലോ. അപ്പൊ ക്വിറ്റും ചെയ്യണ്ട, ഷോ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം, പുറത്തെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. എന്നാ സൈക്കോളജിസ്റ്റ് വന്നുകൂടി കണ്ടിട്ട് തന്നെ കാര്യമുള്ളൂ. അങ്ങനെ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് സിബിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും മാറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഗൈസ്. ക്വിറ്റ് ചെയ്യാൻ പോണെന്നും പറഞ്ഞ നല്ല പ്രമ കാണിച്ച് മനുഷ്യനെ പറ്റിച്ച്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജാസ്മിൻ വൊമിറ്റ് ചെയ്യാൻ വന്നു. എല്ലാരും കൂടി ഓടി ആ റൂമിലേക്ക് ചെന്നു. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, സമ്പർക്കം പാടില്ല, എല്ലാരും ഇറങ്ങിപ്പോടെ. ആവശ്യമുള്ള സമയങ്ങളിൽ ക്യാപ്റ്റൻ മാത്രം അവരെ പരിചരിക്കുക. കഷ്ടമാണ് ബിഗ് ബോസ്. പ്രണയിക്കുന്ന യുവമിഥുനങ്ങളെ സപ്പോർട്ടല്ലേ ചെയ്യണ്ടേ, നിങ്ങൾ തളർത്താമോ? വിശ്രമം നൽകുക. ബിഗ് ബോസ്. ശ്രീതു, ബിഗ് ബോസേ, എനിക്ക് പനി വന്ന കുഴപ്പമില്ല, എന്റെ ആരോഗ്യത്തിന് ഇവിടെ ഒരു വിലയില്ല. സ്വന്തം ബലൂൺ സ്വയം പൊട്ടിപ്പോയാലും മറ്റുള്ളവർ ചവിട്ടി പൊട്ടിച്ചാലും. അത് കഴിഞ്ഞ് എല്ലാ സീസണിലും കൊടുക്കുന്ന അതേ ഗെയിം ഒന്നുകൂടി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമില്ല, നമ്മുടെ 2 കാലിലും ഓരോ ബലൂൺ കെട്ടിവെക്കും, മറ്റുള്ളവന്റെ പൊട്ടിക്കുക, നമ്മുടെ സൂക്ഷിക്കുക. ഇതാണ് ഗെയിം. ഈ മത്സരത്തിന്റെ വിധികർത്താവ്. അപ്പൊ ക്യാപ്റ്റനായോണ്ട് നമ്മുടെ ശ്രീധുനിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ശ്രീധു, എനിക്കപ്പോ സമ്മാനം വേണ്ടേ? നമ്മുടെ നന്ദന അഭിഷേകിനെ വിടാതെ പിന്തുടരുന്നുണ്ട്. അപ്പൊ ജിൻഡോ ഋഷിയും കസേരമ പോയി ഇങ്ങനെ ഒളിച്ചിരിക്കുക, കാല് പൊട്ടിക്കാണ്ടിരിക്കുക. അടുത്ത് വരുമ്പോ കസേരയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഋഷിയാണെങ്കിൽ കാല് വെക്കും. ജിൻഡോ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ ശ്രീരേഖ ബാക്കി കൂടെ വന്ന് നൈസായിട്ട് ജിൻഡോന്റെ ഒരു ബലൂൺ ചവിട്ടി പൊട്ടിച്ചു. ഋഷി അവിടെ ആര് വീണു? നിനക്ക് ഭ്രാന്താണോ? ശരൺ ചേച്ചി എന്താ പറ്റിയ? പാമ്പിനെ കണ്ടോ? ലാസ്റ്റ് റൗണ്ട് വന്നിട്ട് ഈശ്വര, ശ്രീരേഖ ചേച്ചിയുടെ കാലൊടിച്ചോ? ഋഷി, നീ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. അങ്ങനെ വാശിയേറിയ മത്സരത്തിൽ നിന്നും ഗബ്രി ഔട്ടായി. തെറിച്ചോളൂ ഒരുത്തൻ. എന്തുവാടേ, എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് അടിയാവോ? ബ്രേക്ക് കിട്ടാത്ത അർജുൻ അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാരും ഔട്ടായി അവസാനം ഋഷിയും അർജുനും നേർക്കുനേർ. കാലൊടിക്കാൻ വേണ്ടി ഓരോ ടാസ്ക് കൊടുത്തേണ്ടതാണ്. ഒന്നാമത്തെ 1-2 ഹോസ്പിറ്റലിലാണ്. ഇനി ഇവരെയും കൂടി പരിക്ക് പറ്റി കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ജനറൽ വാർഡെന്ന് പേര് മാറ്റുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വാശിയേറിയ മത്സരത്തിൽ അർജുൻ അതിവിജയകരമായി വിജയിച്ചിരിക്കുന്നു. ചായ ആരും കാണാതെ മോഷ്ടിക്കുന്ന സായും ജിൻഡോയും. ഇത് വെച്ചോ, ഇതിലുള്ളത് വെച്ചോ. ഇതും കൂടി ജാതി ആക്ടിങ്. എടാ കള്ളന്മാരെ. അടുത്ത ഗെയിം വീക്കിലി ടാസ്കിന്റെ ആദ്യത്തെ ചലഞ്ച് ടവർ നിർമ്മാണം. 7 ടവർ പീസുകൾ അടക്കി വെക്കുക. ഇത് സിമ്പിൾ ടാസ്ക് ആണ്. നമ്മൾ നമ്മുടെ ടവർ നിർമ്മിക്കുക, മറ്റുള്ളവരെ തട്ടിക്കളയാ. സിമ്പിൾ. അതുകൊണ്ട് ക്യാപ്റ്റൻ ജിൻഡോയുടെ ടീമിനെ സഹായിക്കുക. ജാസ്മിനും സിബിനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജിൻഡോന്റെ ടീമിലേക്ക് ശ്രീധുവിനെ ഇട്ടു. ബാക്കി ടീമുകളിൽ നിന്നും 3 പേർക്കേ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് അനൗൺസ് ചെയ്തു. പവർ ടീമായിരിക്കും വിധികർത്താക്കൾ. 5 പേരെ വെച്ച് പ്ലാൻ ചെയ്ത നമ്മുടെ സഹായിയുടെ ടീമിന്റെ ഒക്കെ പ്ലാൻ പൊളിഞ്ഞു. നോറയൊക്കെ മറ്റേ സാധനം എടുത്തിട്ടതാ, പൂരി കൊടുത്തിട്ടുണ്ടാവും.
ഓക്കെ ടണലില് 3 ജിൻഡോ അടിപൊളി, അതെനിക്ക് ഇഷ്ടായി. അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്തു. ജിൻഡോ ചേട്ടൻ കഴിഞ്ഞ് ഞങ്ങൾ ജയിച്ചു. തള്ളിവിടും ശ്രീതു എടാ മനുഷ്യ നോക്കി കണ്ട് അവരെ പോയി തള്ളിയിട്, ബസ്സർ അടിക്കുമ്പോ കളി കഴിയുള്ളൂ. അടി ബഹളം കൊള്ളാം, സൂപ്പർ. ജിൻഡോ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവരൊക്കെ ഇടിച്ച് ജിൻഡോനെ പിടിച്ച് തെറിപ്പിച്ച് ആകെ വയ്യാണ്ടായി. നീ ആര് നെയ്മസ്റ്റീരിയ? പാപം ശ്രീതുവിന്റെ വയറ്റത്ത് സ്മാക്ക് ഡൗൺ അടിക്കണവൻ. ഇതിന് എന്തെങ്കിലും പറ്റിയാവോ? അത് ശരി, ഇവന്മാര് ശ്രീതുവിനെ മാത്രം എന്താ ടാർഗറ്റ് ചെയ്യണേ? അൻസിബാനെ തൊടല്ലല്ലോ. ഇതിങ്ങനെ സേവ് ചെയ്തുകൊണ്ട് നിക്കായിരുന്നു. അപ്പൊ ബാക്കിൽ നിന്ന് നമ്മുടെ അഭിഷേക് ഇതിങ്ങനെ ഓടി വന്നിട്ട് ഒറ്റ തട്ട് എല്ലാരും ഇങ്ങോട്ട് മറിഞ്ഞു വീണു. ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ. ഓക്കെ, കാലൊടിഞ്ഞു. അടുത്ത ജനറൽ വാർഡിലേക്കുള്ള ആളായി. രണ്ടാമത് ആരാണ്? അങ്ങനെ വാശിയേറിയ മത്സരത്തിൽ നമ്മുടെ ജിൻഡോന്റെ ടീം വിജയിച്ച് 2 പോയിന്റുകൾ കരസ്ഥമാക്കി. രണ്ടാമത് വന്ന സായിയുടെ ടീമിന് 1 പോയിന്റ് കരസ്ഥമാക്കി. ജിൻഡോ ഒരു ചെറിയ കാലം ഇവിടെ ഉള്ളൂ. ഋഷി വന്നിട്ട് പറയണ, അഭിഷേകം എന്തിട്ടി അടിക്കുന്ന അപ്സര, നിനക്ക് വല്ലതും പറ്റിയ? ഇങ്ങനെ ഇടുവായിരുന്നു, എനിക്ക് ആ ബാലൻസ് ഇല്ലാണ്ടായിരുന്നു. ഓടി വന്നിട്ട് അറ്റടി അടിക്കില്ലേ? ശ്രീധുവിനും അതന്നെയാണ് തോന്നുന്നു കിട്ടിയത്. ഇതുവിനെ പിടിച്ചിടിച്ചാല് ഞാൻ അവനെ നോട്ടിട്ടിട്ടുണ്ട്. സോറി നോറ പറയണേ, സംഭവം നിങ്ങൾ നന്നായിട്ട് കളിച്ചെങ്കിലും മറ്റുള്ളവർക്കൊക്കെ നല്ല ഇടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി സോറി പറഞ്ഞേക്കി. ഞങ്ങളുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ എന്റെ പൊന്നു സായി, കൊന്നിട്ട് സോറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ജിൻഡോ, നീ എന്റെ കഴുത്തിനെ പിടിച്ച് എന്റെ സൗണ്ട് പോയടാ. ലേ ബിഗ് ബോസ്, നിങ്ങൾ അങ്ങനെ ചൊല്ലണത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് സമ്പർക്കം വേണ്ട. ഗബ്രി പുറത്തു പോ. മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. യു ലവ് മീ. എന്തുവാടേ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ബോറടിക്കും. ജാസ്മിനെ ബോറടി മാറ്റാൻ വേണ്ടിട്ട് ഒരു TV വെച്ച് തന്നാലോ? ഹൃദയം തുറന്നു നീ എനിക്ക് വേണ്ടി. എനിക്ക് വരില്ല ഇനി. അതെന്താ? എനിക്ക് വന്നു പോയതാ. എന്നാകത്ത് കയറിപ്പോടാ ഗബ്രി, നീ എന്തിങ്ങനെ? എന്നാലും ഹൃദയം തുറന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടും, നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്റെ മോനെ ക്രിഞ്ച്, എന്താ ക്ലോസപ്പിന്റെ പരസ്യം? അടുത്ത് വാ അടുത്ത് വന്നാട്ടെ. ബൈ. അത് കഴിഞ്ഞ അടുത്ത മത്സരം ഉണ്ടാക്കി പാട്ട് പാടുന്ന അന്താക്ഷരി ആയിരുന്നു. അന്താക്ഷരി എന്ന് കേൾക്കുമ്പോൾ സിനിമാ പാട്ടൊന്നും പാടരുത്. ഈ ബിഗ് ബോസിന്റെ ക്രൂ മൊത്തം പൊട്ടന്മാരാ. 10 സെക്കൻഡിൽ ഒരു പാട്ട് ഉണ്ടാക്കി പാടാൻ എന്താ പ്രശ്നം? റിയൽ പാട്ടാണെങ്കിലല്ലേ അന്താക്ഷരി കളിക്കുമ്പോ കിട്ടാണ്ടാവുള്ളൂ. ഇത് വായിൽ തോന്നുന്നത് അങ്ങോട്ട് പാടിയാ പോരെ? പാട്ട് കേൾക്കാൻ ഞാൻ തയ്യാറാണ്, പാടാൻ നിങ്ങൾ തയ്യാറല്ലേ? എനിക്ക് ഉറപ്പാ ഇത് സമ്മതിലാവുള്ളൂ. തയ്യാറല്ലേ? നമുക്ക് പാട്ടുകൾ കേട്ടു നോക്കാം. പവറിനോട് മത്സരിക്കാൻ പവറിനോട് പിടിച്ചു നിൽക്കാൻ ഇവിടെയുണ്ട്. നല്ല പാട്ട്. പറഞ്ഞവർ ഇന്നിവിടെയില്ലാതെ പോയി, രാത്രിയിൽ നീ എന്റെ സൂര്യനെ കണ്ടില്ല. ഉണ്ടാക്കി പാടുന്നതിനൊക്കെ ഒരു മാന്യതയില്ലേടേ? ചന്ദ്രൻ വന്നു ഒന്നും കണ്ടില്ല.
എന്റെ സായി നല്ല വെറുപ്പിക്കലാണല്ലോ. ഇത് നഴ്സറി സോങ് അല്ലേ? പിന്നെ ബിഗ് ബോസില് ഒരു 1.25 മണിക്കൂർ ഇത് തന്നെ പാട്ട് പാടാ കൈയടിക്കുക, പാട്ട് പാടാ കൈയടിക്കുക. ചിലവര് തോന്നിയാസം പാടാ, ചിലവര് നല്ലത് പാടാ, ചിലവര് മീഡിയം പാടാ. അങ്ങനെ ചിരിക്കണ്ട. ഒരേ പാട്ട് പാടൂ. 4 പേരും 4 പാട്ട് പാടുന്നു. എന്തുവാടേ? ഓ, മരണമെത്തുന്ന നേരത്തിൽ ഈ പാട്ടും പാടല്ലേ? ഇവിടെ പല കാര്യം. എന്റെ ഒരു അഭിപ്രായത്തില് ഇതില് നല്ല രീതിയിൽ പെർഫോം ചെയ്തത് നമ്മുടെ പവർ ടീം ആയിരുന്നു. ഏറ്റവും ചളി പാട്ടുകൾ പാടിയത് നമ്മുടെ അപ്സരയുടെ ടീം. ഇത് അടിച്ച് കളഞ്ഞത് എന്ത് ശല്യമാണ്. ഫസ്റ്റ് കാക്കേ കൂടെ ഇവിടെ മാറ്റിയിട്ട് കുഞ്ഞെ കൂടെ എവിടെയാണ്. നോറയ്ക്ക് മോയിന്ത് വിടാണ്ട് ഒരു കളിയില്ല മോളെ. ലാസ്റ്റ് ഒരു ടീമിനും പാട്ട് കിട്ടാതാവുള്ള ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ പൾസർ അടിച്ചു. ശല്യങ്ങൾ നിർത്തണമില്ല. ഹായ് മാലിനി, ഐ എം കൃഷ്ണ. ഗബ്രി സീരിയസ് ആയിട്ട് സൂര്യയുടെ ഡയലോഗ് പറയുന്നുണ്ട്, നമുക്ക് കേട്ടിട്ട് വരാം. ഐ എം കൃഷ്ണ. ഗബ്രി ഭയങ്കര റൊമാൻറ്റിക്കല് സൂര്യ പറയുന്ന വാക്കിലൊക്കെ എം കൃഷ്ണ ഞാൻ സൊലി ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജാസ്മിൻ അയിനി ഇവള് വഴുകാ വരൂ. എന്തോ ഇപ്പൊ ജാസ്മിൻ ഗബ്രിനോട് ചോദിക്കാണ്, ഇന്നത്തെ ദിവസം ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു കുറവുണ്ടായില്ലല്ലോ ഗബ്രി? കുറവുണ്ട്. ഇവിടെ ഇല്ലാഞ്ഞിട്ട് എന്റെ എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നോ? സോറി. കറക്റ്റാ, ചൊറിക്ക് നല്ല കുറവുണ്ട്. മുന്തിനം പാർത്തേടെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ എപ്പിസോഡ് 45-ലും ഇതിന്റെ പ്ലസിലും കൂടി നടന്നത്. അടുത്തൊരു വീഡിയോയുടെ റിയാക്ഷനുമായിട്ട് 46-ന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ